തീപാറും പോരാട്ടം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നാളെയാണ് കൊട്ടിക്കലാശം. അവസാന ലാപ്പിൽ BJP പാളയം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് വാര്യരെ ചുറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ട പ്രദർശനത്തിലേക്കാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് കടന്നത്. നമുക്ക് നോക്കാം ആ റിപ്പോർട്ട്. വിവാദങ്ങൾ, അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ. ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥിയായതു മുതൽ BJPയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിനുവരെ പാലക്കാട് സാക്ഷ്യം വഹിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് നാളെ കലാശക്കൊട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്താണ് LDF പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ കറങ്ങുകയാണ് പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങൾ. 3 സ്ഥാനാർത്ഥികളും വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണാനുള്ള ഓട്ടപ്രദക്ഷിണത്തിലാണ്. സന്ദീപിന്റെ വരവ് തിരഞ്ഞെടുപ്പിന് ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. RSSന്റെ സർസംഘചാലക് പോലും ആ നിലപാട് വിട്ട് ഏതെങ്കിലും ഒരു സെക്കുലർ ഫാബ്രിക്കിന്റെ ഭാഗമാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മുഴുവൻ സെക്കുലർ മൈൻഡ് സെറ്റ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തീരുമാനം എടുത്തതിന് വളരെ പോസിറ്റീവായിട്ടല്ലേ പാലക്കാട് എടുക്കുന്നത്. ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്കിടയിലാണ് ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഏറ്റവും വലിയ ആവേശം ഉണ്ടാക്കിയത്. തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി പി സരിൻ. തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഈ വിഷയവും അങ്ങനെ തന്നെയാണ്. ഞാനതിന് ഒരു തരത്തിലും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. 1 മിനിറ്റ് കൊണ്ട് നിലപാട് മാറ്റിയതിൽ സരിനും സന്ദീപും ഒരുപോലെയെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. 1 മിനിറ്റ് കൊണ്ട് നിലപാട് മാറുന്ന ആളുകളെ സംബന്ധിച്ച് വിലയിരുത്താൻ, അതിന്റെ പിന്നിലുള്ള എന്താണ് ചേതോവികാരം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള അത്രയും പ്രബുദ്ധതയുള്ള ആളുകൾ തന്നെയാണ്. സന്ദീപ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും. ഞായറാഴ്ചയായതിനാൽ പള്ളികൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചു. 1 മാസം നീണ്ട പ്രചാരണത്തിന്റെ ഊർജവും ആവേശവും നാളെ കലാശക്കൊട്ടിലും തെളിയും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ കനത്ത സുരക്ഷ. ഇനി പന്ത് വോട്ടർമാരുടെ കോട്ടിലാണ്. ആരായിരിക്കും MLA കപ്പിൽ മുത്തമിടുന്നത്? ടീം 24 പാലക്കാട്.